കപ്പിനും ചുണ്ടിനുമിടയിൽ സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ട വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ നൊമ്പരമാണ്. വിനേഷ് ഫോഗട്ടിന് സംഭവിച്ചത് 100 ഗ്രാം അധികം ഭാരക്കൂടുതലുണ്ടായി എന്നതാണ്. ഭാര പരിശോധനയിൽ പരാജയപ്പെട്ടത് കാരണം വിനേഷിന് ഫൈനലിൽ മത്സരിക്കാനായില്ല. വിനേഷ് തന്റെ ഗുസ്തി ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. ഗുസ്തിയിൽ നിന്നും അവർ വിരമിച്ചു. ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടതിനെപ്പറ്റി പല വിധത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഒന്നാമത്, ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച പെണ്ണുപിടിയൻ ബ്രജ്ഭൂഷണെതിരെ ശക്തമായ സമരമാണ് വിനേഷ് ഫോഗട്ട് നടത്തിയത്. അയാൾക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായി തന്റെ മെഡലുകൾ ഗംഗയിലൊഴുക്കാനെത്തിയ വിനേഷിനെ ആരും മറന്നു കാണില്ല. അന്ന് വിനേഷിനോടൊപ്പം ഇന്ത്യയിലെ കർഷകർ ഒന്നാകെ അണിനിരുന്നതും ചരിത്രം. എന്തായാലും ഇപ്പോൾ പൊളിറ്റിക്സ് കേരള ചർച്ച ചെയ്യുന്നത് പി.ടി. ഉഷ വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ്. പി.ടി. ഉഷ ചില്ലറക്കാരിയല്ല. മുൻ ഒളിമ്പ്യനാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്. അവർ പറയുന്നു, ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടതിന് കാരണം അതിന്റെ ഉത്തരവാദികൾ വിനേഷ് ഫോഗട്ടും അവരുടെ പരിശീലകനും ആണെന്ന്. ആർക്കു വേണ്ടിയാണ് പി.ടി. ഉഷ ഈ രാഷ്ട്രീയം പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ വന്ന് മൂത്ത സംഘിണിയായിരിക്കുന്നു പി.ടി. ഉഷ. ഭാര പരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടതിന് കാരണം വിനേഷും അവരുടെ പരിശീലകനും ആണെന്ന് പി.ടി. ഉഷ പറയുമ്പോൾ പി.ടി. ഉഷയ്ക്ക് പിന്നെ എന്താണ് ചുമതല എന്ന ഒരു ചോദ്യം, സാമാന്യമായ ഒരു ചോദ്യം പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിച്ചേ പറ്റൂ. മാത്രമല്ല, ഒളിമ്പിക്സിൽ ഒഫീഷ്യലുകളെ എടുത്തിട്ടുണ്ടല്ലോ, ഇവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഇവർ ചലിക്കില്ലേ? ഇവരെന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല? ആ ചോദ്യം മറ്റൊരു ചോദ്യമായി പൊളിറ്റിക്സ് കേരള പി.ടി. ഉഷയോട് ചോദിക്കുന്നു. മറ്റൊന്ന്, പി.ടി. ഉഷ ഫോർമർ അത്ലറ്റാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ മത്സരത്തിൽ ഇന്ത്യക്ക് അഭിമാനമാകേണ്ട വിനേഷ് ഫോഗട്ടിനെ ഉപദേശിക്കേണ്ടത്, വിനേഷ് ഫോഗട്ടിന്റെ ഭാരപരിശോധന നടത്തി കൃത്യമായി അടയാളപ്പെടുത്തേണ്ടത്, അവരെ മത്സരവേദിയിലേക്ക് പറഞ്ഞയക്കേണ്ടത് ഒക്കെ പി.ടി. ഉഷയുടെ ഉത്തരവാദിത്വമാണ്. അവിടെ എന്താ ഡോക്ടർമാർക്കില്ലായിരുന്നു? ഒരുപാട് ഡോക്ടർമാരെയും കൊണ്ടാണല്ലോ ഒളിമ്പിക്സിന് പോയത്. മെഡിക്കൽ ഒഫീഷ്യൽസ് ഇല്ലായിരുന്നു, മെഡിക്കൽ ഓഫീസർമാർ ഇല്ലായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങ് കണ്ണടച്ചു. സംഭവം, ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായി. നഷ്ടമായപ്പോൾ ഞഞ്ഞാമിഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല പി.ടി. ഉഷയെ. പി.ടി. ഉഷ ഇപ്പോൾ ബി.ജെ.പിയുടെ തണലിൽ ജീവിക്കുന്ന കായിക താരമാണ്. ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് പി.ടി. ഉഷയുടെ ആവശ്യവുമാണ്. ബ്രജ്ഭൂഷണെതിരെ വിനേഷ് ഫോഗട്ട് അടക്കം സമരം ചെയ്തപ്പോൾ പി.ടി. ഉഷ പാലിച്ച മൌനം ശ്രദ്ധേയമായിരുന്നു. മൌനം വിദ്വാനുഭൂഷണം എന്നൊരു തന്ത്രമാണ് അവിടെ പി.ടി. ഉഷ എടുത്തത്. പി.ടി. ഉഷയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് കേരളീയർ. പി.ടി. ഉഷയെ സ്നേഹിക്കുന്നവരിൽ കേരളീയർ മാത്രമല്ല, ഇന്ത്യക്കാർ ഒരുപാടുണ്ട്, വിദേശികളുണ്ട്. അത്ര നല്ല അത്ലറ്റായിരുന്നു പി.ടി. ഉഷ. പക്ഷേ ഒരു അത്ലറ്റിന്റെ വികാരം പി.ടി. ഉഷ മനസ്സിലാക്കണം. വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിന് കാരണം അവരും അവരുടെ ട്രെയിനറുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കാൻ പ്രയാസമാണ് പി.ടി. ഉഷയെ. സംഘിണിയാകാം, മൂത്ത സംഘിണിയാകരുത്.